എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ കുറച്ച് നല്ല ക്രിസ്ത്യൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയല്ല. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ കുറച്ച് നല്ല മനുഷ്യരും ആക്കി തീർക്കുന്നതിന് വേണ്ടിയല്ല. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട്, അല്ലെ, പഴയതെല്ലാം പോയി പുതിയത് വന്നു എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആടത്തിന്റെ DNA യിലല്ല നമ്മൾ ഇന്ന്. നമ്മുടെ സ്പിരിറ്റ് യേശു ക്രിസ്തുവിന്റെ DNA യിലാണ്. അപ്പൊ നമ്മളുടെ കൾച്ചറും നമ്മൾ ബിഹേവ് ചെയ്യുന്നതും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എല്ലാം യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. അതിനാണ് ദൈവം പിതാവ് അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാണ് പിതാവ് നമ്മളിലേക്ക് നോക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ യേശു ക്രിസ്തു നമ്മുടെ വിശ്വാസം വഴി അല്ലെ ജീവിക്കുന്നുണ്ടോ എന്നും, നമ്മൾ യേശുവിനെ പോലെ ആണെന്നും, യേശുവിന്റെ അരോമയെന്ന്, യേശുവിന്റെ സുഗന്ധമാണ് നമ്മൾ എന്നുമാണ് പിതാവ് നോക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകാര്യരായിട്ടുള്ള വ്യക്തികളായിരിക്കത്തില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഞങ്ങളെ വിളിച്ചതിനായിട്ട്, ഞങ്ങളെ സെറ്റപ്പായിട്ട് ചെയ്തിരിക്കുന്നതിനായിട്ട് താങ്ക് യു ജീസസ് മിസ്റ്റർ. ലോകത്തിൽ നിന്ന് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളെ വേർതിരിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം, എന്ന് സംസാരിക്കുന്ന പോലെ കർത്താവെ. വചനത്തിന്റെ പൊരുളും ഞങ്ങൾക്ക് തിരിച്ചു തരണം യേശുവിന്റെ നാമത്തിനാമേ. നന്ദി പിതാവ്. ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങാ ടീച്ച് ചെയ്യണം പിതാവ്. അങ്ങേക്കായിട്ട് പുത്രനുണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിനാമേ. നമുക്കിന്ന് ഒന്നാമത്തെ പത്രോസിലേക്ക് പോകാം. ഒന്നാമത്തെ പത്രോസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 22 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ, പിന്നെ ഒന്നാമത്തെ പത്രോസിന്റെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകളും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും. ഒന്നാമത്തെ പത്രോസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ 22 തൊട്ട് 25 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റസ്നേഹിക്കും. അപ്പൊ നമ്മള് സത്യം അനുസരിച്ച വ്യക്തികളാണ്. യേശു എന്ന സത്യം നമ്മുടെ ഉള്ളിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് ഇട്ടപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുകയും, അല്ലെ, നമ്മള് സത്യം, ദൈവത്തിന്റെ സത്യം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്, അനുസരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പം. അപ്പൊ ഹൃദയപൂർവ്വം, അല്ലെ, ഉറ്റു സ്നേഹിപ്പാൻ എന്ന് പറയും. നമ്മുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുന്നു, അല്ലെ. അപ്പൊ ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കളങ്കമില്ലാതെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ. സെൽഫിഷ്നെസ് ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുക. പരസ്പരം, അത് ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ് ആണ്. യേശുക്രിസ്തു നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കമാൻഡ്മെന്റ് ആണ്, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ഒന്നാമത്തെ ജോണിലേക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 13ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്ന, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ കമാൻഡ്മെന്റ് ഞാൻ തരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുക, ഞാൻ സ്നേഹിക്കുന്ന പോലെ. പഴയ കമാൻഡ്മെന്റ് ഉണ്ടല്ലേ, ദൈവത്തെ സ്നേഹിക്കുക, എന്താ പറയുക, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്, അല്ലെ, നമ്മുടെ ആത്മാവ് കൊണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക, ശരീരം കൊണ്ടെല്ലാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ നെയ്ബേഴ്സിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അത് ഓൾറെഡി ഉള്ളപ്പോ തന്നെ യേശുക്രിസ്തു ഒരു പുതിയ കമാൻഡ്മെന്റ് കൂടി വെക്കുക: പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ. യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പൊ ഇത് താഴേക്ക് വരാം. ഇനി യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്താണ് പീറ്റർ വഴി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? 23ാമത്തെ വാക്കിന് എന്റെ ഉള്ള ആൻസർ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്ന വ്യക്തികളാണ്. വീണ്ടും ജനിച്ചിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മിക്കവാറും തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാപങ്ങളെ ദൈവം കഴുകിക്കളഞ്ഞു, ഇന്ന് നമ്മളെ ഒരു നല്ല മനുഷ്യരാക്കി തീർത്തിരിക്കുന്നു, അല്ലെ. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു എന്നുള്ളത് വാസ്തവം. പക്ഷെ ദൈവം നമ്മളെ പിന്നെ മനുഷ്യരാക്കിയിട്ടില്ല. എന്ന് വെച്ചു കഴിഞ്ഞാല്, മനുഷ്യർ എന്നുള്ളത് ആടത്തിന്റെ വീണ് പോയ എന്താ പറയാ സ്വഭാവത്തോടു കൂടി ആടത്തിന്റെ DNA നിന്ന വ്യക്തികളാണെങ്കിൽ, ഇന്ന് നമ്മൾ ദൈവമാക്കിയിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളായിട്ടാണ്, അല്ലെ. ജോണിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ ജോണിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ നിന്നുള്ളത് ജഡം ആയിരിക്കും, ആത്മാവിൽ നിന്നുള്ളത് ആത്മാവായിരിക്കും. അപ്പൊ നമുക്ക്
വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നത് നമ്മള് യേശുവിന്റെ മരണത്തിലേക്ക് ബാപ്റ്റിസം എടുക്കുമ്പോൾ നമ്മൾ അവിടുന്ന് പൊങ്ങി നമ്മൾ പുതിയ വ്യക്തികളായിട്ട് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ആത്മാക്കളാണ്, അല്ലെ? സ്പിരിറ്റ് ആണ്. നമ്മൾ സ്പിരിറ്റ് ബീയിങ്സ് ആണ്. നമുക്കൊരു എന്താ പറയാ, പ്രാണനുണ്ട്, സോൾ ഉണ്ട് നമുക്ക്, അല്ലെ? പിന്നെ നമ്മളൊരു ബോഡിയിലാണ്. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് ഓൾറെഡി വീണ്ടും ജന്മം പ്രാപിച്ചതാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ സ്പിരിറ്റിലാണ് താമസിക്കുന്നത്, വസിക്കുന്നത്. പിന്നെ നമ്മുടെ സോൾ എന്ന് പറയുന്നത് അത് ഓരോ ദിവസവും കഴിയുന്തോറും അതിങ്ങനെ റിന്യൂ ചെയ്ത് റിഡീംഡ് ആയിക്കൊണ്ടിരിക്കുക. അത് റിഡീം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് പെട്ടിട്ടില്ല, പക്ഷെ റിഡീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ റിന്യൂ അവർ മൈൻഡ് എന്ന് പറഞ്ഞ റോമകത്തിനകത്ത് 14ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ 1-2 വാക്യമില്ല പറഞ്ഞിരിക്കുന്നത്. റിന്യൂ അവർ മൈൻഡ്, ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് അവർ മൈൻഡ് എന്ന് പറയും. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് നമ്മളുടെ മനസ്സ് റിന്യൂ ചെയ്യുന്നത് വഴിയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ഈ ശരീരം, അത് ദൈവം വരും, യേശുക്രിസ്തു വരുമ്പോ ഈ ശരീരവും അത് മാറും. ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി അത് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ബോഡി കിട്ടും, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് വാഗുണ്ടേറ്റു പറഞ്ഞ് ജലത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്ന വ്യക്തികള് ആത്മാവിലും തീയിലും സ്നാനപ്പെട്ടിരിക്കുന്ന തീയിലല്ല, ആത്മാവില്, അല്ലെ? ദൈവത്തിന്റെ തീയില്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഫയറില്, അല്ലെ? നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്ന വ്യക്തികള് നമ്മള് സാധാരണക്കാരായ വെറും ഒരു മനുഷ്യരല്ല എന്നുള്ള കാര്യം എന്നും മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് വെക്കുമ്പോ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, നാച്ചുറലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്വഭാവമുള്ളത്, അവരുടെ ജനറ്റിക്സ് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, അവരുടെ DNA ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടേതാണ്, അല്ലെ? മനുഷ്യനെ പോലെയാണ്, നമ്മളുടേതാണ്, അല്ലെ? നമ്മളുടെ കുടുംബത്തിന്റെ ആണ്, നമ്മൾ മാതാപിതാക്കൾ, അല്ലെ? നമ്മളുടെ DNA ആണ് അവർക്കുള്ളത്. അപ്പൊ നമ്മള് ചെയ്യുന്ന പോലെ അവര് കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ കുടുംബത്തിന്റെ കൾച്ചറാണ് അവരുടെ കൾച്ചർ, അല്ലെ? അവര് എവിടെ പോയെന്ന് പറഞ്ഞാലും, അല്ലെ, നമ്മുടെ കുടുംബത്തിന്റെ കൾച്ചർ അവർക്കുള്ളത്, അല്ലെ? അവര് സംസാരിക്കുന്നത്, അവര് ബിഹേവ് ചെയ്യുന്നത്, അതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അവര് പുറത്തിറങ്ങിയാലും കാണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലയൺ ഓഫ് ജൂഡന്റെ മക്കളാണെങ്കിൽ, അല്ലെ, യേശുക്രിസ്തു ലയൺ ഓഫ് ജൂഡന്റെ മക്കളെങ്കിൽ നമ്മള് ലയൺ ഓഫ് ജൂഡന്റെ കുഞ്ഞുങ്ങളാണ് നമ്മള്, അല്ലെ? അങ്ങനെ എന്താ പറയണ, സിംഹം, അല്ലെ? ജൂഡ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മക്കളാണ്, ആ സിംഹത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ. അപ്പൊ സിംഹത്തിന്റെ രീതിയിലുള്ള ജീവിതം വേണം നമ്മൾ ജീവിക്കാൻ, അല്ലെ? അപ്പൊ എന്നാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിനായിട്ട് പറയുക, അന്യോന്യം പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കുക, അല്ലെ? ഇനി 24-25 വാക്കുകൾ തന്നെ പറഞ്ഞിരിക്കുക. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ തീർത്തു പോകുന്നു, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പൊ നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുക. 23ാമത്തെ വാക്ക്, കെടുന്ന ബീജത്തല്ല കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായി ദൈവത്തിന്റെ വചനത്താൽ തന്നെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നതിനെ കാര്യത്തെപ്പറ്റി പറയാം. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൽ നിന്നാണ്. അപ്പൊ നമ്മള് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് 11-13 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെ, മനുഷ്യരുടെ വില്ലിനാലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ട് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന്, അല്ലെ? യോഹന്നാന്റെ 1:13 പറഞ്ഞിരിക്കുക, ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തികളാണ്, അല്ലെ? നമ്മൾ എന്ന ദൈവം പറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്, നമ്മൾ ജനിച്ചിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ അതുപോലത്തെ സ്വഭാവമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1-ാമത്തെ പത്രോസിന്റെ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കും. 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ പറയാം. ആകയാൽ, അല്ലെ? അപ്പൊ ഇങ്ങനെ പറയാം, നമ്മളുടെ ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണെന്നും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവത്തിന്റെ സ്വഭാവവും DNA ദൈവത്തിന്റെ മനസ്സ്, യേശുക്രിസ്തുവിന്റെ മനസ്സും തന്നിരിക്കുന്ന വ്യക്തികളാണെന്നും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം പറയും, ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിയും, വ്യാജ
വ്യാജപാപവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാല് അല്ലെ, നമ്മള് യേശുവിന്റെ ഒപ്പം ദൈവത്തിൽ ഹിഡനായിരിക്കുന്ന നമ്മൾ അല്ലെ. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 1-3 വാക്കുകൾ വായിക്കാൻ നമുക്കറിയാൻ പറ്റും. നമ്മള് യേശുവിനൊപ്പം ദൈവത്തില് എന്താ പറയാ മറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ഒപ്പം തന്നെ നമ്മള് സ്പിരിച്വൽ റിലംസിൽ നമ്മൾ ഇരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ DNA നിന്ന്, യേശുവിന്റെ DNA നിന്ന് ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തിന്റെ ഒരിക്കൽ പോലും നശിച്ചു പോകാത്ത അനശ്വരമായിട്ടുള്ള എന്താ പറയാ വേർഡിൽ നിന്ന്, വചനത്തിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ അനശ്വരരായിട്ടുള്ളതാണ്. നമ്മളുടെ സ്പിരിറ്റിന് മരണമില്ല അല്ലെ. അങ്ങനെ ആണെങ്കിൽ അതാണ് നമ്മളെങ്കിൽ അല്ലെ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളല്ല എങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തിലുള്ള വ്യക്തികളല്ല എങ്കിൽ, ലോകത്തുള്ളവരെല്ലാം ജഡത്തിന്റെ പരമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ജഡത്തിലുള്ള വ്യക്തികളല്ല എങ്കിൽ അല്ലെ, നമ്മള് ഒരു സ്പെഷ്യൽ പീപ്പിൾ ആണ്, ദൈവത്തിന്റെ സ്പെഷ്യൽ പീപ്പിൾ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഒന്നും അറിയാതെ, നമ്മൾ ആരെന്നറിയാതെ നമ്മളിങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു ജീവിതം ജീവിച്ചു പോകുന്നവരാണെങ്കിൽ, അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ, പത്രോസ് വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ അസൂയയും ചതിയും വഞ്ചനയും വ്യാജഭാവവും അല്ലെ, എല്ലാം നുണയും എല്ലായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളുടെ ഇടയിൽ നിന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം, നമ്മൾ ചിലരെങ്കിലും പറയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെയൊന്നും അല്ല അല്ലെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വചനം എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് വചനം എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവത്തില് പെട്ട പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ഉണ്ടെന്ന് ചുരുക്കല്ല. സകല ദുഷ്ടത, ചതിയ്, വ്യാജഭാവം, ചതിക്കത്തില്ലെങ്കിലും വ്യാജഭാവം ഉണ്ടല്ലോ, അസൂയ ഇല്ലെന്ന് പറഞ്ഞ് ഏതെങ്കിലും വ്യക്തികൾക്ക് പറയാൻ പറ്റുമോ? നുണ പറയുന്ന സ്വഭാവം നമ്മൾ മിക്കവാറും ആൾക്കാർ എവിടെയെങ്കിലൊക്കെ വെച്ച് 1-2 മുണയെങ്കിലും പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അസൂയില്ലാത്തവരാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും അല്ലെ? ഇനി അഹങ്കാരമില്ലാത്ത വ്യക്തികളുടെ, പ്രൈഡ് ഇല്ലാത്ത വ്യക്തികളെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഉള്ളറിയാവുന്ന ദൈവത്തിന് എത്രമാത്രം കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞേക്കും, ഇതെല്ലാം മാറ്റിവെക്കുക. കാരണം നമ്മൾ ഇങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവമായിട്ട് നടക്കേണ്ട വ്യക്തികളല്ല, നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളല്ല. നമ്മളുടെ ഒറിജിൻ വേറെയാണ്, നമ്മുടെ കൾച്ചർ വേറെയാണ്, നമ്മൾ വന്നിരിക്കുന്ന രാജ്യവും വേറെയാണ്. ആ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ അല്ലെ. അല്ലാതെ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പഴയ ജഡത്തിന് സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകരുത്. കാര്യം ദൈവം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സമയമല്ല, ഈ ലോകത്ത് ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം വളരെ കുറവാണ് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കും. നാളെ എന്നുള്ളത് നമുക്കുണ്ടോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലെ. ഇന്ന് പോയി കിടന്നുറങ്ങുന്ന ആൾക്കാര് നാളെ രാവിലത്തേക്ക് ആൾക്കാർ ഉണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്കറിയത്തില്ല. അന്ന് രാത്രി ദൈവം നമ്മളെ വിളിച്ച് തിരിച്ചു വീട്ടിൽ പോകാൻ പറയുവാണെങ്കിൽ പോകാൻ തയ്യാറായിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്നിരിക്കുന്നു, വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ. രക്ഷയ്ക്കായി വളരുവാൻ എന്ന് ദൈവം ഒരു വാക്കോടെ ഉപയോഗിച്ചിരിക്കുക. 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മള് പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, അവസാനമാണ് എന്താ പറയുന്നത്, രക്ഷ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ പാപങ്ങളെ ദൈവം പുറത്തു തന്നിരിക്കുന്നു, പുതിയ ക്രിയേഷൻ നമ്മളായിരിക്കുന്നു. ഇനി നമ്മൾ യഥാർത്ഥത്തിലുള്ള രക്ഷ വരുന്ന എപ്പോഴാണ്? നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുമ്പോ. ഓരോ ദിവസം യേശുവിനെ പോലെ ആയിത്തീരും അല്ലെ. നമ്മൾ ഒരു ഡിഗ്രി ഗ്ലോറിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിലേക്കാണ് നമ്മള് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഉള്ളിൽ പിതാവ് ഒരു വർക്ക് സ്റ്റാർട്ടാക്കിയിരിക്കുന്നു. എന്താ പറയുന്നത്, ഫിലിപ്പിക്കത്തിലെ 1-ാമത്തെ ചാപ്റ്ററിൽ 6-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു വർക്ക് ഓൾറെഡി സ്റ്റാർട്ടാക്കിയിരിക്കുന്നു. ആ വർക്ക്
മാർക്ക് യേശു വരുമ്പോഴേക്കും ഫിനിഷ് ആകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുവാണ് ഡേ ബൈ ഡേ ഡേ ബൈ ഡേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ഹിതവുമായിട്ട് ഹിതത്തിനായിട്ട് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുമ്പോൾ അല്ലെ, വചനത്തിൽ കൂടി ദൈവം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു അല്ലെ, ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് ദൈവവുമായിട്ട് വളരെയധികം അടുത്തായിരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ അല്ലെ, വചനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള സോഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ വചനത്തിൽ വഴി ദൈവം നമ്മളെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ദൈവം നമ്മളെ എന്താ പറയാ, പുതിയതായിട്ട് എന്താ പറയുക, നമ്മുടെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടിരിക്കും, നമ്മുടെ ചിന്താഗതികളെ മാറ്റിക്കൊണ്ടിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മള് വചനം എന്ന മായമില്ലാത്ത പാലിനെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കണം, അത് കുടിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നല്ലവനാണ് നമ്മൾ രുചിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കർത്താവിന്റെ കൂടെ ആയിരിക്കാനുള്ള സകല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എപ്പോഴും മനസ്സിലാക്കും, നമ്മൾ സാധാരണക്കാരായ മനുഷ്യരല്ല, കുറ്റവും കുറയും പറഞ്ഞ് നുണയും പറഞ്ഞ് അല്ലെ നടക്കേണ്ട വ്യക്തികളല്ല. ചർച്ചിൽ പോയിരുന്ന് രണ്ട് കൈയടിയും പാട്ടുമായിട്ട് മാത്രം നിൽക്കേണ്ട വ്യക്തികളല്ല. ദൈവത്തിനെ പോലെ, യേശുവിനെ പോലെ, യേശുവിന്റെ അരോമയായിട്ട്, യേശുവിന്റെ ഫ്രേഗ്രൻസ് ആയിട്ട് ജീവിക്കാനുള്ള വ്യക്തികളാണ് നമ്മൾ. അതെന്നും മനസ്സിലാക്കുക. ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തികളും ദൈവത്തിന്റെ വചനം ചെയ്യുന്ന വ്യക്തികളുമായിരിക്കട്ടെ. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കുറ്റവും കുറേയും പറഞ്ഞ് അല്ലെ, ആവശ്യമില്ലാത്ത കാര്യവും തിരക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ അല്ലെ. ഹിപ്പോക്രസിയും ചതിയും വഞ്ചനയും കുറ്റം പറച്ചിലും ഗോസിപ്പ് പറച്ചിലും ആ പരിപാടിയെല്ലാം നിർത്തിക്കൊണ്ട് അല്ലെ, ദൈവത്തിൽ മാത്രമായിട്ട് ജീവിക്കുന്ന വ്യക്തി, ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. ജീവിതം വളരെ കുറവാണ്, നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ദൈവത്തിനെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ജീവിതമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഇനി മനുഷ്യരെ പോലെ നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യരെ പോലെ ജീവിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ എന്താ പഴയ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തതാണ് അല്ലെ, നമ്മുടെ ആ മാനുഷികമായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്നല്ല ദൈവം നമ്മൾ വീണ്ടെടുത്താണ്, രക്ഷപ്പെടുത്തിയതാണ്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ജീവിക്കാം, അതിൽ തന്നെ നമുക്ക് ജീവിക്കാം. അല്ല വെറുതെ നശിച്ചു പോകുന്ന വ്യക്തികളാകാതിരിക്കാൻ നമ്മൾ അല്ലെ. അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. അപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളിപ്പോ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുക അല്ലെ, നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കുക. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് സംസാരിക്കുക, നമുക്ക് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയാം. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. ഞങ്ങൾക്ക് നല്ലൊരു ജീവൻ തന്നതിനായിട്ട് നന്ദി പറഞ്ഞു, ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറഞ്ഞു. കർത്താവെ, പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ ഞങ്ങളുടെ കയ്യിൽ. ആ ദിവസങ്ങൾ വളരെ മനോഹരമായിട്ട് ജീവിച്ച് അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് തീർക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.